നമ്മുടെ പെയിൻ, സഫറിങ്, അതുപോലെ ഹീലിങ്ങിനെയൊക്കെ സ്പിരിച്വാലിറ്റി എന്താണ് പഠിപ്പിച്ചു തന്നത്? സ്പിരിച്വൽ പാത്തിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞപ്പോൾ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ള വലിയൊരു അറിവാണ് കിട്ടിയത്. ആ ഒരു തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ആ വാക്കിലേക്ക് ഊന്നി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് സ്പിരിച്വാലിറ്റി, ഇനി അതാണ് എൻ്റെ വഴി, അല്ലെങ്കിൽ അത് കൊള്ളാം, ഈ പോകുന്ന വഴി കൊള്ളാമല്ലോ, ഇത് ഭയങ്കര സുഗമമായ വഴിയാണല്ലോ, തനിച്ചാണെങ്കിൽ പോലും എത്ര മനോഹരമാണ്, ആരുടെയും കൂട്ട് അവിടെ വേണ്ടല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ്, മരണത്തെ പോലും ഭയക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു അപാരമായ നോൺ ഫിയർഫുൾ ഫാക്ടർ എന്നിലേക്ക് വരികയായിരുന്നു. ഒന്നിനും പേടിക്കാത്തൊരു ഫീല്. അതൊരു യാത്രയാണ്. പൂർണ്ണമായി അതിലിപ്പോൾ എത്തിയെന്നൊന്നും ഞാൻ അവകാശപ്പെടില്ല. കാരണം അന്നവിടെ തീർന്നു പോയില്ലേ, ഒന്നും തീരില്ല, എല്ലാം ഇൻഫിനിറ്റാണ്. നമ്മുടെ തിരിച്ചറിവുകൾ ഒരിക്കലും തീരുന്നില്ല. നമ്മൾ മരണം വരെ നമ്മൾ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പിരിച്വാലിറ്റിയിലൊക്കെ പറയുന്ന മരണമില്ലെന്നൊക്കെയാണ്, ആത്മാവ് പിന്നെയും 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 കാലങ്ങളോളം ഉണ്ടാകുമെന്ന് തന്നെയാണ് സ്പിരിച്വാലിറ്റിയിലൊക്കെ പറയുന്നത്. അതിനൊന്നും കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, അതിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. ചിലപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ പ്രാപ്തയാണെന്ന് തോന്നിയാൽ ഞാൻ അപ്പോൾ അത് പറയുകയോ എഴുതുകയോ ചെയ്യാം. ഇപ്പോൾ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ള അറിവ് ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള അനുഭവത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ ഈ നമ്മുടെ ഉള്ളിൽ കടന്നു കയറിയ എല്ലാ വേദനകളും എല്ലാ ഇമോഷൻസിനെയും നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് ഉണ്ടായ സ്പിരിച്വൽ തോട്ടം. ഒന്നിനും പേടിക്കണ്ട, മുന്നോട്ട് പോയിക്കോളൂ, ഒരു പ്രശ്നമില്ല. ഇത് ചിന്തയൊന്നും മാറ്റിയാൽ പോരെ. ഇപ്പോൾ വന്ന അസ്വസ്ഥത, ഇപ്പോൾ നേരിട്ട ഒരു അസ്വസ്ഥമായ ഒരു സാഹചര്യം, ഒന്ന് അവിടുന്ന് എണീറ്റ് ഇപ്പുറത്തേക്ക് ഇരുന്നാൽ മാറുമല്ലോ എന്നുള്ളൊരു വലിയ അവേക്കനിങ് എനിക്ക് സംഭവിച്ചു. പുറത്ത് കലുഷിതമായ ആൾക്കാരെ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. പൊട്ടിത്തെറിക്കുന്ന, നമ്മളെ കൊല്ലാൻ നിൽക്കുന്ന, നമ്മളെ വകവരുത്തി കളഞ്ഞേക്കാം അവരുടെ പവറും അവരുടെ സ്വാധീനവും അവരുടെ റിലേഷൻഷിപ്പിലുള്ള അവരുടെ ധൈര്യവും അവർ നമ്മുടെ ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണെന്നുള്ള തോന്നലുമൊക്കെ നമ്മളെ നശിപ്പിക്കാൻ പോലും ധൈര്യത്തോടെ അവർ മുന്നേറി നിൽക്കുമ്പോഴും മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും അതിനെ ഒരു ചെറു പുഞ്ചിരിയോടെ കൈകാര്യം ചെയ്യാൻ എനിക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് എനിക്ക് സ്പിരിച്വാലിറ്റി നേടിത്തന്ന ഏറ്റവും വലിയ വെളിച്ചം. അതാണ് എനിക്ക് പറയാനുള്ളത്. മാമിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ മാമിൻ്റെ ഈ ഒരു സ്പിരിച്വൽ ജേണി കൊണ്ട് എന്ത് ഒരു ലെഗസി ആയിരിക്കും, എന്താണ് ലീവ് ചെയ്യാനായിട്ട് സാധിക്കുക? ഫ്രീഡം തന്നെയാണ്. ഫ്രീഡം തെറ്റാണ്, ഹാപ്പിനെസ് തെറ്റാണ്, ഗ്രോത്ത് തെറ്റാണ്, മണി തെറ്റാണ്, ലക്ഷറി തെറ്റാണ് എന്ന് പറഞ്ഞ ഈ ലോകത്തോട് ആ പ്രോഗ്രാമിങ്ങിനെ അടപടലം മാറ്റുക എന്നുള്ളതാണ് ഞാൻ ഈ സമൂഹത്തിൽ കൊടുക്കാൻ പോകുന്ന കോൺട്രിബ്യൂഷൻ. അത് ആരും ഉപദേശിച്ചുകൊണ്ടോ ആരെയും മാറ്റിക്കൊണ്ടോ, എൻ്റെ ജീവിതം ജീവിച്ചുകൊണ്ടാണ് ഞാൻ ഇൻസ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് എടുക്കാം, അല്ലാതെ നമ്മൾ ആരിലും അടിച്ചേൽപ്പിക്കുന്ന തെറ്റായ ഒരു പ്രവണതയാണ്. കാരണം ഒരു സ്പിരിച്വൽ പേഴ്സണ് ഒരിക്കലും ഞാനാണ് ശരി എന്ന് പറയാൻ പറ്റില്ല. കാരണം അവൻ ഒരു നോവറാണ്. അവൻ നാളെ ഈ സമയം, നാളെ ഉച്ചയ്ക്ക് ഈ സമയം ആകുമ്പോഴത്തേക്ക് അവൻ്റെ ചിന്ത കുറച്ചുകൂടെ വലുതായി ഇന്നത്തെ ഞാനിവിടെ സംസാരിക്കുന്ന ആദരേക്കാൾ കുറച്ചുകൂടെ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്രോത്ത് ഉള്ള ഒരു വേർഷനായിരിക്കും ഞാൻ. അപ്പോൾ ഞാൻ എങ്ങനെ ബലം പിടിക്കും? ഞാൻ പറഞ്ഞതാണ് ശരി, നിങ്ങളൊക്കെ അതനുസരിക്കൂ, നിങ്ങളൊക്കെ എന്നെ ഫോളോ ചെയ്യൂ, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നാളെ മുതൽ നിങ്ങൾ എന്നെ ആരാധിക്കൂ എന്ന് പറയാൻ തക്ക വിസ്റ്റമില്ലാത്ത ആളല്ല ഞാൻ. അപ്പോൾ നമ്മുടെ സമൂഹം ഈ പ്രോഗ്രാമിങ്ങിന് വരുന്നത് പവർ ഏറ്റെടുക്കുക, അമ്മ കുഞ്ഞിനെ അനുസരിപ്പിക്കുക, അച്ഛൻ ഭർത്താവ് ഭാര്യ അനുസരിപ്പിക്കുക, ടീച്ചർ കുട്ടിയെ അനുസരിപ്പിക്കുക, അങ്ങനെ പവർ കയ്യിലെടുത്തുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ പ്രോഗ്രാംഡ് മൈൻഡിലൂടെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനും ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനെ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്ന വൺ ഓഫ് ദ ലെഗസീസ്. പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇത് ഒരു വലിയ പ്രധാന ഘടകമാണ്. നമ്മൾ ആരെയും അനുസരിപ്പിക്കേണ്ട. എനിക്ക് വാല്യൂ കിട്ടുന്നത് വേറെ ആൾക്കാർ എന്നെ കാണുമ്പോൾ എണീറ്റ് നിന്ന് എന്നെ കൈകൂപ്പുന്നതാണ് റെസ്പെക്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നെ ഇഗ്നോർ ചെയ്യുന്നതാണ് ഞാൻ ഏറ്റവും അധികം റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യം. മനസ്സിലായില്ലേ? നമ്മളെ ഒരാൾ ബഹുമാനിക്കുകയും ഒരാൾ നമ്മളെ കാണുമ്പോൾ പതപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ അയാൾക്ക് നമ്മളെ കൊണ്ട് എന്തോ നേട്ടമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവും കൂടെ നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ ലഭിക്കും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു എന്താ പറയുക, ഒരു മുഖം മൂടി അല്ലെങ്കിൽ ഈ പടച്ചട്ടകളിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെയാവും. നമ്മുടെ ഫോക്കസും കോൺസെൻട്രേഷനും ഒന്നും അതിലേക്ക് പോകാതെ നമ്മളെന്ന വൺനെസ്സിലേക്ക് മടങ്ങി വരും, നമ്മളെന്ന ഇന്നർ ചൈൽഡിലേക്ക് വരും. നമുക്കപ്പോൾ പുറത്തുള്ള ഒരു വാലിഡേഷനും ആവശ്യമില്ല. ആരും നമ്മളെ കാണുമ്പോൾ എണീറ്റ് ബഹുമാനിക്കുകയോ നമുക്കൊരു 10,000 ഫോളോവേഴ്സ് ഉണ്ടാകണമെന്നോ ഒന്നും തന്നെ നമ്മൾ ആഗ്രഹിക്കില്ല. കാരണം നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് അറിയാം, നമ്മുടെ വിങ്സിൻ്റെ ശക്തി അറിയാം, നമ്മൾ പറക്കാൻ വേണ്ടി വന്നതാണെന്നുള്ള തിരിച്ചറിവ് അറിയാം. ആ ധൈര്യം എന്ന കോൺഫിഡൻസ് എന്ന സാധനത്തിലേക്ക് കടന്ന സ്ഥിതിക്ക് നമ്മൾ ഇനി ഉയർന്നു തന്നെ പോകുമെന്നുള്ള അകമഴിഞ്ഞ ട്രസ്റ്റ് നമ്മളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും വെട്ടിവീഴ്ത്താൻ പറ്റില്ല എന്നുള്ളൊരു, അതുപോലെ ആ വെട്ടിവീഴ്ത്തൽ എന്ന് പറയുന്നത് ഒന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ പിന്നെയും, കാരണം മരിച്ചു കഴിഞ്ഞാലും ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കോൺസെപ്റ്റിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, പ്രത്യേകിച്ച് ഈ സ്പിരിച്വാലിറ്റിയിൽ. അതെനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു പ്രായം വരെ ഞാൻ മരണത്തെ ഭയങ്കരമായി ഭയന്നിരുന്നു, രോഗത്തെ ഭയങ്കരമായി ഭയന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രാക്ടീസുകൾ തുടങ്ങിയത്, എൻ്റെ പഴയ പ്രാക്ടീസുകൾ
കളഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭയം എന്ന സാധനം. ദൈവത്തെ ഭയക്കുക, മരണത്തെ ഭയക്കുക, അസുഖത്തെ ഭയക്കുക, കടത്തെ ഭയക്കുക, എല്ലാത്തിനും എനിക്ക് പേടിയായിരുന്നു. എൻ്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നതും എൻ്റെ അച്ചടക്കം എന്ന് പറയുന്നതും എൻ്റെ നന്മ എന്ന് പറയുന്നതും ഒക്കെ ഇതിലൂടെയൊക്കെയുള്ള പേടിയായിരുന്നു. ഞാനിതൊക്കെ ഭയങ്കര നല്ല കാര്യം, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഭയങ്കര ബുദ്ധിശാലിയാണെന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. ആ തെറ്റിദ്ധാരണയൊക്കെ മാറാൻ സഹായിച്ചത് എൻ്റെ സ്പിരിച്വൽ ജേണി തന്നെയാണ്. അപ്പോൾ അകാരണമായ മനുഷ്യരിലുള്ള ഭയത്തെ മാറ്റാൻ വേണ്ടി എനിക്ക് എന്ത് ലെഗസി കൊണ്ടുവരാൻ പറ്റും എന്നും കൂടെ ഞാൻ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്, മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നിലെ ഡിഫറൻസാണ്, ഞാൻ എടുക്കുന്ന ധൈര്യമാണ് ഈ ലോകത്തുള്ള മൈനോറിറ്റിയായ കുറച്ച് മനുഷ്യർക്കെങ്കിലും ഒരു എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റേ ഓഫ് ലൈറ്റ് ആകാൻ പോകുന്നത് എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, പൂർണ്ണ അറിവുണ്ട്, പൂർണ്ണ തിരിച്ചറിവുണ്ട്. അത് പിടിച്ചാണ് ഞാൻ മുന്നോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. മാമിന് ആക്ച്വലി നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഈ സ്പിരിച്വാലിറ്റി എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് ഫാമിലിയെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ബേസ് ചെയ്തിട്ടും നമുക്ക് സ്പിരിച്വാലിറ്റി എത്രത്തോളം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നൊന്ന് പറയാൻ സാധിക്കുമോ? അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങളാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. തികച്ചും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം ഞാൻ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന മനുഷ്യരൊന്നും തന്നെ സ്പിരിച്വാലിറ്റി എന്തെന്ന് മനസ്സിലാക്കാനോ, സ്പിരിച്വാലിറ്റി എത്ര ഈസിയാണെന്നോ, സ്പിരിച്വാലിറ്റി എത്ര മനുഷ്യന് ജീവിക്കാൻ ഉപയോഗപ്രദമാണെന്നോ ചിന്തിക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത മനുഷ്യരെയാണ് ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണേണ്ടിയും പരിചയപ്പെടേണ്ടിയും ഒക്കെ വരുന്നത്, കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വാക്കിംഗ് അവേ ഫ്രം സർട്ടൺ പീപ്പിൾ. അങ്ങനെ എനിക്ക് സാധിച്ചത് പോലും ഇത്തരക്കാരെ ഡെയിലി എനിക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ചില ഏരിയയിൽ സൈലൻസിലൂടെ നമ്മൾ അവരിൽ നിന്ന് അകന്നു മാറും. കാരണം ആ കോൺവെർസേഷൻ കൊണ്ടോ ആ ഇടപെടൽ കൊണ്ടോ അവർക്കും നമുക്കും പ്രയോജനമില്ലെങ്കിൽ അതവിടെ നിർത്തുകയല്ലേ വേണ്ടത്. അതല്ലേ വിസ്ഡം, അതല്ലേ സ്പിരിച്വാലിറ്റി. അല്ലാണ്ട് അവരെ പറഞ്ഞു നമ്മളാണ് ശരി, അവരാണ് ശരിയെന്ന് രണ്ട് കൂട്ടരും വാദപ്രതിവാദം നടത്തുന്ന വഴി ഈ ലോകത്ത് യുദ്ധങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന എനിക്ക് വളരെ നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഒരു സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സോ കോൾഡ് സ്പിരിച്വൽ എന്ന് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ വെച്ച ആ പ്രാക്ടീസസിലൂടെ പോകുന്നവരെയൊക്കെ പ്രോഗ്രാമഡ് ആയിട്ടുള്ള ഈ ഭൂമിയിൽ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ മനുഷ്യരും ഭ്രാന്തന്മാരായിട്ടാണ് കണക്കാക്കുന്നത് പോലും. ഇവരൊക്കെ എന്തോ പ്രശ്നമുണ്ട്, ഇവർ നോർമലല്ല, ഇവരെല്ലാവരെയും പോലെ അല്ല. അപ്പോൾ കാലാകാലങ്ങളായി ഞാൻ വായിച്ചു മനസ്സിലാക്കിയൊക്കെ വന്നപ്പോൾ ഇവരെയൊക്കെ സോ ഡേഞ്ചറസ് ഹ്യൂമൻ ബീയിങ് എക്സിസ്റ്റഡ് എന്നുള്ള പേരിൽ അറിയപ്പെട്ട ഒരുപാട് സ്പിരിച്വൽ പീപ്പിളുണ്ട്. അവരെയൊക്കെ സമൂഹം മുഴുവൻ കല്ലെറിയുകയും തുറുങ്കിലടക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തെ ചങ്ങലക്കിടുകയും അവരുടെ ചിന്തകളെയൊക്കെ അടിമപ്പെടുത്തുകയും ചെയ്ത ഒരുപാട് മനുഷ്യന്മാരെക്കുറിച്ച് എനിക്ക് വായിച്ച് നമ്മുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഒരുപാട് പേര് വ്യത്യസ്തരായ മനുഷ്യരെ കശാപ്പ് ചെയ്ത ഭൂമിയാണ് നമ്മുടെ സമൂഹമാണ്, നമ്മുടെ ഭൂമിയല്ല സമൂഹം. അപ്പോൾ സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ, അവിടെ മുന്നോട്ട് പോകാൻ, അവൻ്റെ എൻലൈറ്റ്മെൻറ്റിൽ അവന് ജീവിക്കാനൊക്കെ സമൂഹം അവന് നല്ലൊരു സ്പേസ് കൊടുക്കുന്നില്ല. അവിടെ അവൻ്റെ വിസ്ഡം, അവൻ്റെ ബ്രേവറി, അവൻ്റെ ടാക്ട്ഫുൾനെസ്. അപ്പോൾ തീർച്ചയായിട്ടും വേണ്ടത് മനുഷ്യൻ ടാക്ട്ഫുൾനെസ്സാണ്. ഡീൽ ചെയ്യാൻ, പ്രകോപിതരാക്കാതെ കടന്നു പോകാൻ, അനാവശ്യത്തിനും ആവശ്യത്തിനും ഒക്കെ പ്രതികരിക്കാതെ, പ്രൊവോക്ഡ് ആവാതെ ഒക്കെ ടാക്ട്ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ സ്മൂത്തായിട്ടും ഈസി ആയിട്ടും ഹാപ്പി ആയിട്ടും കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിന് എൻ്റെ ജീവിതത്തിൽ വലിയ തെളിവുകളുണ്ട്. എന്നെ ദ്രോഹിക്കാൻ വരുന്നവരോടൊക്കെ ഞാൻ കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അവരെ തിരിച്ചടിക്കാനോ പകരം വീട്ടാനോ അവരെ ദ്രോഹിക്കാനോ ഒന്നും പോകാറില്ല. ഞാൻ അവിടെ നിന്ന് അകന്നു മാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡീൽ ചെയ്യാൻ അറിയാം. ഇത്തരം ആൾക്കാർ എങ്ങനെയാണെന്ന് എനിക്ക് മുന്നിൽ വരുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നതിൻ്റെ പേരിൽ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ നന്നായി കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് ഉത്തരം, ഇത്തരം മനുഷ്യർ വളരെ ഡേഞ്ചറസ് ആയിട്ട് മാത്രമാണ് സമൂഹം അവരെ സർട്ടിഫൈ ചെയ്യുന്നത്. അവരെ മറ്റുള്ളവർ കൂട്ടാൻ പോലും മടിക്കും. അവർ മറ്റുള്ള ക്രൗഡുകളിൽ, മറ്റുള്ള സഭകളിൽ, മറ്റുള്ള വേദികളിൽ, സദസ്സുകളിലൊക്കെ ഇവരെ വളരെയധികം കാണാൻ പറ്റില്ല. ഇവർക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഒറ്റയ്ക്കുള്ള യാത്ര ഇവരെ വലിയൊരു മേഖലയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്കതിലൊരു ഭയവുമില്ല. കാരണം വ്യത്യസ്തരായ ചിന്തകളിൽ ജീവിക്കുന്നവരാണ് ഈ ലോകത്ത്, ഈ സൊസൈറ്റിക്ക് പല ലെഗസികൾ ഉണ്ടാക്കി കൊടുത്തത്. അവരെ വർഷങ്ങൾ കഴിയുമ്പോൾ വാഴ്ത്തി പാടുന്നതും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ധൈര്യപൂർവ്വം എൻ്റെ ചിന്തയിലും എൻ്റെ സ്പിരിച്വാലിറ്റിയും ആലിംഗനം ചെയ്തുകൊണ്ട്, എംബ്രേസ് ചെയ്തുകൊണ്ട് എൻ്റെ ഈ ചിന്തയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. അണുകിട മാറാൻ ഞാൻ തയ്യാറല്ല. മാം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് ഡേഞ്ചറസ് ആയിട്ടാണ് സൊസൈറ്റി കാണുന്നതെന്ന്. ആക്ച്വലി എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ കാണുന്നത്? ആക്ച്വലി നമുക്ക് ഈ സ്പിരിച്വൽ പേഴ്സൺസിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അവരുടെ ഇന്നർ കാംനെസ്, അവരുടെ മുഖത്തെയും ശരീരത്തെയും ചൈതന്യം, ഓറ എന്ന് പറയും, പ്രകാശം, ഒരു സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായിട്ട് തോന്നും. അവരുടെ സൗന്ദര്യം, അവരുടെ ചിന്തകളൊക്കെ നമ്മളെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്യും. പക്ഷേ ഈ മൈൻഡിൽ ജീവിക്കുന്ന പ്രോഗ്രാംഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവർ മാച്ച് ആവില്ല.
ഇത്തരം ആൾക്കാരെ ഇവർക്ക് അസ്വസ്ഥത നേരിടും. അപ്പോൾ ഇവരെ എതിർക്കാൻ തുടങ്ങും. അവർ പ്രശ്നക്കാരാണ്, ഇവർ നോർമൽ ആൾക്കാരല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിൽ നിന്നും നെഗറ്റീവ് അലൈൻമെൻ്റ് ആയിരിക്കും ഇവർക്കുണ്ടാവുന്നത്. അപ്പോൾ ഇവർ പ്രതികരിക്കും, ഇവരെ നാണം കെടുത്തും, ഇവരെ ഡേഞ്ചറസ് ആയിട്ട് ചിത്രീകരിക്കും, ഭ്രാന്തന്മാരായി വിളിക്കും. കാരണം സ്പിരിച്വൽ പീപ്പിളിന് ഏറ്റവും പ്രധാനം ഫ്രീഡമാണ്. അവർ എൻലൈറ്റ്മെൻറ്റിലൂടെ എത്തിയത് അവരുടെ എക്സ്യൂബറൻസിലാണ്, അവരുടെ ഹാപ്പിനെസ്സിലാണ്, അവരുടെ ഗ്രോത്തിലാണ്, അവരുടെ ഫിയർലെസ്നെസ്സിലാണ്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ധൈര്യമായിട്ട് നേരിടാൻ മറ്റേ സ്യൂഡോ ഫോണി ആയിട്ടുള്ള പ്രോഗ്രാംഡ് മനുഷ്യന് സാധിക്കാറില്ല. അതിനെ ഭയക്കും. ഈ സ്പിരിച്വൽ പേഴ്സണെ ഭയം കൊണ്ടാണ് ഇവർ തകർക്കാൻ ശ്രമിക്കുന്നത്. ഇവരുടെ ചിന്തകൾ മോശമാണെന്നും ഇവർ സമൂഹത്തിൽ ദോഷം വിതയ്ക്കുമെന്നും ഇവർ കുഞ്ഞുങ്ങളെയൊക്കെ നശിപ്പിക്കുമെന്നും ഒക്കെ പറഞ്ഞ് കാലാകാലങ്ങളായി ഇവരെ നശിപ്പിച്ചിട്ടുള്ള ചരിത്രമാണ് നമ്മുടെ സൊസൈറ്റിക്കുള്ളത്. അപ്പോൾ ഇവർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ, ഇവർ ഫ്രീഡത്തിൻ്റെ അങ്ങേ അറ്റമായതുകൊണ്ട് തന്നെ, ഹാപ്പിനെസ്സിൻ്റെ അങ്ങേ അറ്റമായതുകൊണ്ട് തന്നെ ഇവരെ ഭ്രാന്തന്മാരാക്കി തുറുങ്കിലടയ്ക്കുകയും ദ്രോഹിക്കുകയും കൊലപ്പെടുത്തുകയും വരെ ചെയ്യും. അപ്പോൾ ഇത് ധൈര്യപൂർവ്വം നിൽക്കുന്ന ഒരാളെ, ഇതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അങ്ങേ അറ്റം അനുഭവിക്കുന്ന ആൾക്കാരെ മുഴുവൻ ഇവർ ഒറ്റപ്പെടുത്തും. അപ്പോൾ കല്ലെറിയും, വേദനിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇവർക്ക് വേദനിക്കില്ല എന്നുള്ളത് അവർക്കറിയാൻ പറ്റില്ല. അവിടെയാണ് ഇമോഷണൽ ഫ്രീഡം ഒക്കെ ഇവർ ഓൾറെഡി സ്വായത്തമാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവർ ശരിക്കും സ്ട്രെയിഞ്ച് ആവും. കുത്തി നോവിച്ചിട്ടും കല്ലെറിഞ്ഞിട്ടും തുറുങ്കിലടച്ചിട്ടും ഒന്നും ഇവർ വേദനിക്കുന്നില്ലല്ലോ. സാധാരണ മനുഷ്യരാണെങ്കിൽ വേദനിക്കില്ലേ? സാധാരണ മനുഷ്യരാണെങ്കിൽ കുറച്ച് അന്തസ് ഉണ്ടാവില്ലേ? സാധാരണ മനുഷ്യരാണെങ്കിൽ നാണോ മാനോ ഉണ്ടാവില്ലേ? ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് ഇവർ കഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ മെജോറിറ്റിയാണ്. സമൂഹം നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും പ്രോഗ്രാമിങ്ങിൽ നിൽക്കുന്ന മനസ്സ് പറയുന്നത് കേൾക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവിടെ ഇവർ മെജോറിറ്റിയും ഒത്തുചേർന്ന് ഈ മൈനോറിറ്റി ആയിട്ടുള്ള സ്പിരിച്വൽ പീപ്പിളിനെ വേട്ടയാടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ യാഥാർത്ഥ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മളത് ധൈര്യത്തോടെ, നമ്മുടെ ചിന്തകളിലുള്ള കോൺഫിഡൻസോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മാം, ഈ നെഗറ്റീവ് ഇമോഷൻസിനെ ഇപ്പോൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഒരു സ്പിരിച്വൽ പേഴ്സണോട് ചോദിക്കേണ്ട ചോദ്യമല്ല. കാരണം ഇവിടെ ഇമോഷൻസേ ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഉത്തരം. കാരണം നമ്മൾ ഒരു സ്പിരിച്വൽ പേഴ്സണ് ഇമോഷൻസ് കുറഞ്ഞു വരും. കാരണം ജീവിത യാഥാർത്ഥ്യങ്ങളെ, റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്താണ് ഇവരൊരു സ്പിരിച്വാലിറ്റി പാത്തിലേക്ക് പോകുന്നത്. അവിടെ ഒരു ഇമോഷനെ കൈകാര്യം ചെയ്യാത്ത ഒരാൾക്ക് സ്പിരിച്വൽ വേയിലേക്ക് പോകാൻ സാധിക്കില്ല. അത് നെഗറ്റീവെന്നോ പോസിറ്റീവെന്നോ ഒന്നുമില്ല. അവരതിനെ ഒരു ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയും. അതായത് മോശമായതാണ് ശരിക്കും ഏറ്റവും നല്ലത്, നെഗറ്റിവിറ്റിയാണ് ഏറ്റവും നല്ല പോസിറ്റിവിറ്റി. നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും കഴിഞ്ഞ് നമ്മൾ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് സോളിലേക്ക് എത്തും. കാരണം സച്ച്നെസ്, വൺനെസ്, ഇന്നർ കാംനെസ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ തരുന്നതല്ല നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണെന്നും അതിനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ തന്നെ പഠിച്ചിരിക്കണം എന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് നമ്മൾ ഓൾറെഡി എത്തിയിട്ടുണ്ടാവും. അപ്പോൾ പുറത്തുള്ള കലുഷിതമായ ഒന്നും തന്നെ നമ്മളെ ബാധിക്കില്ല. അത് ഇതിനു മുന്നേ ഉള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകി കഴിഞ്ഞു. അതായത് കലുഷിതമായ രീതിയിൽ നമ്മളോട് ആൾക്കാർ റിയാക്ട് ചെയ്യുകയും മറ്റും ചെയ്യുമ്പോൾ നമ്മൾ ഓവർ റിയാക്ട് ചെയ്ത് കുഴപ്പത്തിലേക്ക് എത്തുകയാണ്, നെഗറ്റീവ് ഇമോഷൻസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മൾ നോ മൈൻഡോടെ ഇത് നമ്മളെ അല്ല, എന്തിനാണ് ഇവരിതൊക്കെ പറയുന്നത്, എന്നെ അല്ലല്ലോ ഇത് പറയുന്നത്, അവർ വന്ന് നമ്മളോട് വഴക്കുണ്ടാക്കുന്നതും നമ്മളെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതുമൊക്കെ അവരുടെ മനസ്സ് കലുഷിതമായതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ അതെന്തിനു ബാധിക്കണം, നമ്മളെന്തിനു എഫക്റ്റ് ചെയ്യണം, അത് അവരുടെ ചിന്തയല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പാകത, ഒരു സെൽഫ് ഡിസിപ്ലിൻ, ഒരു സസ്റ്റൈനബിലിറ്റി, ഒരു എക്സിസ്റ്റൻഷ്യലിസം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. സ്പിരിച്വൽ പാത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം എല്ലാവരും നടക്കാത്ത വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടാവുക, ഇനിയും സഞ്ചരിക്കുക. മെയിലിലും നമ്മൾ അത്തരം കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ പഠിച്ച് തന്നെയാണ് നമ്മളിവിടെ എത്തിച്ചേരുന്നത്. അല്ലാതെ നമുക്ക് ഇവിടെ എത്താൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സഫറിങ്സും പെയിനും ഡിസ്കംഫർട്ടുകളും നമ്മളെ പുതിയൊരു പാറ്റേണിലേക്ക്, പുതിയൊരു ഹാബിറ്റിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുണ്ടാകും. പിന്നെ നമുക്ക് ജീവിതം ഭയങ്കര ഈസിയാണ്. ഇത്തരം ചോദ്യങ്ങൾ പോലും ഇവരോട് ചോദിക്കാൻ നമുക്ക് തോന്നില്ല. അത്തരം രീതിയിൽ അവർ സുഖകരമായ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ ഓറ, എൻലൈറ്റ്മെൻറ്റ്, ഇന്നർ കാംനെസ് എന്നൊക്കെ പറയുന്നൊരവസ്ഥ. അതിലെത്തിയവരെ നമ്മൾക്ക് നോക്കി ആസ്വദിക്കാൻ പറ്റും. അവർ മുഴുവനായും പ്രണയം കൊണ്ടും സ്നേഹം കൊണ്ടും നന്മ കൊണ്ടും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനുഷ്യരായിരിക്കും. അവർക്ക് ഒരുപാട് ഗ്രോ ചെയ്യാൻ സാധിക്കും. അവരെ ഈ ഭൂമിയിൽ ഒരു ലെഗസി, ഒരു ഇംപ്രിൻ്റ് ഉണ്ടാക്കിയിട്ട് മാത്രമേ തിരിച്ചു പോകുള്ളൂ. അവർക്ക് അത്രയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം അവരെ ഇന്നർ കാംനെസ് ഉണ്ട്, അവരുടെ ഇന്നർ ബ്യൂട്ടി ഉണ്ട്. ഈ ലോകത്തെ മുഴുവൻ ഒരു പ്രകമ്പനം കൊള്ളിച്ചിട്ട് തിരിച്ചു പോകാൻ വന്നവരാണെന്നുള്ളൊരു സ്വയം ബോധം, ഒരു കോൺഷ്യസ്നെസ് അവർക്ക് സ്വായത്തമായിട്ടുണ്ടാവും ഈ കാലയളവിൽ.
ഇതാണ് എനിക്ക് പറയാനുള്ളത്. മാം, ഈ സ്പിരിച്വൽ പാത്തിൽ ബിഗിനേഴ്സായിട്ട് നിൽക്കുന്ന ഒരു ഗൈഡൻസ് തേടി നിൽക്കുന്ന മനുഷ്യരുണ്ടാവുമല്ലോ നമുക്ക് ചുറ്റിനും. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഗൈഡൻസ്, ഒരു സ്റ്റാർട്ടിങ് എന്ന നിലയിൽ. ഈ ചോദ്യം എനിക്ക് തന്നെ വളരെ റെലവൻ്റ് ആണ്. ആതിരയിൽ നിന്ന് ഈ ഒരു ചോദ്യം ഞാൻ കുറേ നേരമായി പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ കടന്നുപോയ വഴിയാണല്ലോ. ഞാനത് കുറച്ച് മുന്നേ പരാമർശിച്ചു എന്ന് തോന്നും. കാരണം നമ്മൾ തിരിച്ചറിവിലെത്താതെ പകച്ചു നിൽക്കും ഭയത്തോടെ. കാരണം അത്രയധികം പ്രോഗ്രാമിംഗ് ആണ് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടായിട്ടുള്ളത് ജനിച്ച അന്ന് മുതൽ. അപ്പോൾ അതിൽ നിന്ന് മാറി സഞ്ചരിക്കാനുള്ള ചിന്ത ഉള്ളിലേക്ക് വരുമ്പോൾ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭ്രാന്താണോ? ഞാൻ എന്നിട്ട് ചുറ്റും കണ്ണോടിക്കും. എന്നെപ്പോലെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാളെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ശരിയാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വരാൻ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും. അവർക്ക് എൻ്റെ ഈ ഉത്തരവും ആതിരയുടെ ഈ ചോദ്യവും തീർച്ചയായിട്ടും ഒരു സഹായകമാണെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ഈ കോൺട്രിബ്യൂഷൻ, ഈ ലെഗസി അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിക്ക്, ഈ ഒരു ഭൂമിയിൽ നമ്മൾ ചെയ്തു എന്ന് നമുക്ക് രണ്ടാൾക്കും ആത്മവിശ്വാസത്തോടെ ഇരിക്കാം. കാരണം ഒരു വലിയൊരു ചോദ്യമാണ് ആതിര ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് മനുഷ്യർ വേദനിക്കപ്പെടുവാണ്. കാരണം നമ്മുടെ ഇന്നർ ചൈൽഡിനെ അവേക്കൺ ചെയ്യാതെ, അതിനൊരു പുനർജന്മം കൊടുക്കാതെ നമുക്കൊരു സന്തോഷ ജീവിതമോ സന്തോഷ മരണമോ ഇല്ല. കാരണം സ്പിരിച്വൽ പേഴ്സൺ എന്ന നിലയിൽ, സ്പിരിച്വാലിറ്റി പാത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് ഞാൻ മനസ്സിലാക്കിയത് സന്തോഷമായി മരിക്കാൻ പറ്റുമെന്നാണ്, ആനന്ദത്തോടെ മരിക്കാൻ പറ്റുമെന്നാണ്, ഭയമില്ലാതെ മരിക്കാൻ പറ്റുമെന്നാണ്, ചിരിച്ചുകൊണ്ട് എംബ്രേസ് ചെയ്തുകൊണ്ട് ഡെത്തിനെ വെൽക്കം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നന്നായി മുന്നോട്ട് പോയിട്ടും ഒരു കടവിലും എത്താത്ത മനുഷ്യരുണ്ട്. കുറേ വർഷം എല്ലാവരും പറഞ്ഞ വാക്കുകളെ അനുസരിച്ച് കോപ്പി ചെയ്ത് ജീവിച്ചിട്ടും അവർക്ക് സന്തോഷത്തിലോ സമാധാനത്തിലോ വിജയത്തിലോ എത്താൻ സാധിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് തുടങ്ങണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് കൊടുക്കാനുള്ള ഗൈഡ് ലൈൻ. ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ തുടങ്ങുക, ഇഫക്റ്റീവ് തോട്ട് പ്രോസസ്സ്. ഇപ്പോൾ ഒരാൾക്ക് സ്പിരിച്വൽ പാത്തിലേക്ക് കടക്കാൻ അവരുടെ ഡിസ്കംഫർട്ട് വഴികളിലൂടെ യാത്ര ചെയ്യുക ഓക്കെ, അല്ലെങ്കിൽ പോലും നമ്മൾ നല്ലൊരു ഒബ്സർവർ ആയാൽ പോലും സാധിക്കും. ഞാൻ എൻ്റെ വീട്, എൻ്റെ സുഖം, എനിക്കെല്ലാം കിട്ടുന്നുണ്ട്, ഞാൻ ഈ കംഫർട്ട് സോണിൽ ഇരിക്കുമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവർ എല്ലാ സുഖങ്ങളുണ്ടെങ്കിൽ പോലും ഒരിക്കലും സംതൃപ്തിയും സന്തോഷവും ഇല്ലാത്ത മനുഷ്യരായി ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുഖത്തൊരു ചിരി പോലും ഉണ്ടാവില്ല. ചിരിക്കാൻ പോലും മറന്ന, ആസ്വദിക്കാൻ മറന്ന, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള, ലോകം മുഴുവൻ കീഴടക്കി കളഞ്ഞു എന്നുള്ള അരോഗൻസ് ഉള്ള മനുഷ്യരായിരിക്കും അവർ. ഞാൻ ആരോ ആണ്, ഞാനാണ് ഈ ഭൂമിയെ കറക്കുന്നത്, ഞാനില്ലെങ്കിൽ ഈ കുടുംബമില്ല, ഈ വീടില്ല, ഈ നാടില്ല, ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള ഞാനെന്ന ഭാവം, ഈഗോ എന്ന സാധനത്തിലൂടെ പോകുന്ന ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യരെ എനിക്ക് കാണാൻ, ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തയ്യാറാവണം. അവരൊക്കെ ഈ പോയ വഴി ശരിയാണ്, ഞാനാണ് ഏറ്റവും ശരി എന്ന് പറയുന്നവർക്ക് ഇതിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ് ആതിര. നമ്മുടെ പെയിനും നമ്മുടെ ഇമോഷൻസും ഒക്കെ നമ്മൾ പോയി ഒരു സാച്ചുറേഷൻ പോയിൻ്റ്, ഒരു ത്രഷോൾഡിൽ നമ്മൾ എത്തുമ്പോഴാണ് ഓരോ മനുഷ്യനും മാറാൻ ശ്രമിക്കുന്നത്. ആ ട്രാൻസ്ഫോർമേഷനാണ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വൽ ലൈഫ് അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്ത് എന്നൊക്കെ പറയുന്നത് ആ ത്രഷോൾഡിൽ നിന്നുണ്ടാവുന്നതാണ്. പോയ വഴി മടുത്തു, മതിയായി, ഇനിയില്ല ആ വഴിയിലേക്ക് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവേണ്ടത് അവനവൻ്റെ ഉള്ളിലാണ്. അത് പുറത്തുള്ള ഒരു മനുഷ്യർക്കും ചെയ്യാൻ പറ്റില്ല. അതിയുടെ ചോദ്യത്തിന് എനിക്ക് ഇത്രയും ഇൻവോൾവ് ആയിട്ടുള്ളൊരു ഉത്തരമേ പറഞ്ഞു കൊടുക്കാനുള്ളൂ. കാരണം ഇതിനൊരു എളുപ്പ വഴിയില്ല. ഈ ഒരു യന്ത്രം ഘടിപ്പിച്ചാൽ നിങ്ങൾക്ക് നാളെ മുതൽ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാമെന്ന് പറയാൻ സാധിക്കില്ല. അതൊരു ജേണിയാണ്, അതൊരു വോയേജാണ്, അതൊരു യാത്രയാണ്. ആ യാത്ര തുടങ്ങാൻ തയ്യാറാവുക, വില്ലിങ്നെസ്, മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻ. ഉള്ളിലുണ്ടാകുന്ന, ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ പോലെ പ്രഷർ കുക്കർ ഉള്ളിൽ കിടന്ന് മർദ്ദമേൽപ്പിക്കണം. അവിടെ മാത്രമേ ഏത് വഴിയിലേക്ക് മാറാനും പറ്റുള്ളൂ. ഏത് വഴി, അത് സ്പിരിച്വാലിറ്റി ആയാലും മറ്റെന്ത് കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകണമെങ്കിലും നമ്മൾക്ക് മാറണമെന്ന് നമ്മൾക്ക് തോന്നുന്നിടത്തും നമ്മൾ പോയ വഴികൾ കൊണ്ട് നമ്മൾ അശാന്തരാകുന്നത് വഴി മാത്രമേ നമുക്ക് പുതിയ വഴിയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ചോദ്യങ്ങൾ ചോദിക്കുക, സെൽഫ് ടോക്കിലൂടെ കടുത്ത ചോദ്യങ്ങൾ ചോദിക്കുക, റിബലാകുക. പൊളിറ്റിക്കൽ റിബലല്ല, സ്പിരിച്വൽ റിബൽ. ഉത്തരങ്ങൾ മൊത്തം പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ സോളെ കണ്ടെത്തുക. നേരത്തെ പറഞ്ഞ പോലെ സെൽഫി മോഡിലേക്ക് മാറുക. മറ്റൊരാളെ ജഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ, സെൽഫ് ജഡ്ജ് ചെയ്യാൻ, എല്ലാം സെൽഫ് എന്ന ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഈസി ആയിരിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു ഗൈഡ് ലൈൻ. താങ്ക് യു മാം. ഇത്രയും നേരം ഇവിടെ വന്നിരുന്ന് എൻ്റെ കൂടെ സംസാരിച്ചതിലും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അതിലുപരി വലിയ വലിയ ഉത്തരങ്ങൾ തന്ന് നമ്മുടെ വ്യൂവേഴ്സിന് ഒരുപാട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തതിലും ഒരുപാട് നന്ദിയുണ്ട്.
നന്ദി പറയാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരുപാട് വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മാമിൻ്റെ അടുത്തുനിന്ന് ഞാൻ സ്വീകരിച്ചതും എന്നോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സും സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം അവരുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ മാമിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു മാം.